പൊളിറ്റിക്സ് ആണോ കൂടുതൽ വൈബ്, അതോ സിനിമ മേഖലയാണോ ഒരു വൈബായിട്ട് അല്ലെങ്കിൽ ഒരു ഇഷ്ടമായിട്ട് ഇപ്പൊ മനസ്സിൽ നിൽക്കുന്നത്? അല്ല, എനിക്ക് രണ്ടും ഇഷ്ടമാണ്. അങ്ങനെ തന്നെയാണ്. ഇടത്തെ കൈയാണോ വലത്തെ കൈയാണോ ഇഷ്ടം എന്ന് ചോദിക്കുന്നവരുണ്ട്. രണ്ടും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഇത്രയും നാള് കഴിഞ്ഞ ആഴ്ച വരെ ഞാനും എന്റെ കുടുംബവും ചോറുണ്ട് ഒരു മേഖല. ഇപ്പൊ എനിക്ക് വൈബ് തോന്നുന്നില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ അതിൽ നിന്ന് തന്നെയല്ലേ കഴിച്ചത്. അപ്പൊ അതിന് അതിൻ്റെതായ പ്രസക്തിയുണ്ട്. പൊളിറ്റിക്സിൽ ഇറങ്ങുമ്പം ഞാൻ അതിനു വേണ്ടി സമയം മാറ്റിവെക്കുന്നത് കുറയ്ക്കും എന്ന് മാത്രമേ ഉള്ളൂ. സിനിമയൊക്കെ വളരെ എന്റർടൈനിങ് അല്ലേ, നല്ല മേഖലയാണ്, ഒരു കുഴപ്പമില്ല, സന്തോഷമാണ്. ഞാൻ പറഞ്ഞറിയോ, നിനക്ക് എപ്പോ വേണേലും പാലക്കാട് വന്ന് എന്നോട് ചോദ്യം ചോദിക്കാം. ഇവനെ ബേസിലാണ് നമ്മൾ സ്റ്റാൻഡിൽ എടുക്കേണ്ടത്. ഓക്കെ, ബേസിലേട്ടനോട് ചോദ്യം ചോദിക്കുന്നത് ഞാനല്ല, അവിടുന്ന് ആളുകൾ റെഡിയാ. ബേസിലേട്ടാ, ഏട്ടാന്ന് വിളിക്കാൻ പ്രശ്നമില്ലല്ലോ അല്ലേ? ബേസിൽ ബ്രോ, അപ്പൊ ഈ മലയാളത്തിൽ ഒരു സൂപ്പർ ഹീറോനെ സംബന്ധിച്ചു, മിന്നൽ മുരളീനെ, അതിലാണ് കുറെ ഫാൻ ബേസ് ഒക്കെ കുട്ടികളുടെ കൂടെ കൂടി. ഇനി അടുത്തൊരു സൂപ്പർ ഹീറോ, ലൈഫിൽ നിങ്ങളുടെ സൂപ്പർ ഹീറോ ആരാന്ന് പറയണം. ഇനി ഒരു സൂപ്പർ ഹീറോ മൂവി മലയാളത്തിന് കൊടുക്കാം. അല്ല, ഇപ്പൊ നിലവിലൊന്നും ആലോചിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഉറപ്പായിട്ടും സൂപ്പർ ഹീറോ സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് ഇനിയും ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. എന്തായാലും ഇഷ്ടമാണ്. ഫുട്ബോളിനെ കുറിച്ച് ഒരു മൂവി ഉണ്ടാവും, അങ്ങനെ ഒരു ഫുട്ബോൾ ഇതിവൃത്തമായ ഒരു മൂവി. അതും പോകുന്ന പോക്കിൽ എപ്പോഴെങ്കിലും അങ്ങനെ തോന്നുവാണെങ്കിൽ, നിലവിൽ അങ്ങനെ ഒരു സിനിമ ചെയ്യണം എന്നുള്ള പ്ലാൻ ഒന്നുമില്ല. പക്ഷെ ഫുട്ബോളും കളി കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ പറയുന്ന പോലെ നല്ല ഫുട്ബോൾ, ഒരു സ്പോർട്സ് മൂവി എന്നൊക്കെ പറയുന്നത് രസമാണല്ലോ. പുറത്ത് കുറെ സിനിമകൾ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിൽ അങ്ങനെ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കഥകൾക്കൊക്കെ ഭയങ്കര ആവേശം ഉണ്ടാകുന്ന ഒരു സ്ഥലവും കൂടെ ആണല്ലോ. ഞങ്ങളുടെ ഈ മണ്ഡലത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇതിൽ അട്ടപ്പാടി തൊട്ട് എടത്തനാട്ടുകാരെ വരെ വിവിധ ഗ്രാമങ്ങളിലുള്ള കുട്ടികളാണ്. ശരിക്കും പറഞ്ഞാൽ ബേസിൽ ബ്രോ ഒരു വയനാട്ടിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരാളാണ്. ഇപ്പോൾ എടുക്കുന്ന ഓരോ കുട്ടികൾക്കും വ്യത്യസ്ത തരത്തിലുള്ള ഡ്രീമുകളുണ്ട്. ഇപ്പൊ ഇവരോട് ഒരു സാധാരണ സർക്കംസ്റ്റൻസിൽ നിന്ന് കയറി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ എന്തായിരുന്നു, എങ്ങനെയായിരിക്കും അതിനെ ഓവർകം ചെയ്ത് ലൈഫിൽ സസ്റ്റെയിൻ ചെയ്യുക? അല്ല, ഇപ്പോ എനിക്ക് തോന്നുന്നു എല്ലാ സ്ഥലത്തും സോഷ്യൽ മീഡിയയും ഈ പറയുന്ന എല്ലാ റിസോഴ്സസും ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു റീജിയൺ ആയിട്ട് നമുക്ക് അതിനെ വേർതിരിക്കാനൊന്നും പറ്റില്ല. ഇപ്പൊ ഒരു മൊബൈൽ ക്യാമറയും നല്ല ഇന്റർനെറ്റും ഉണ്ടെങ്കിൽ നല്ല കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാൾക്ക് ഒരു റീൽസ് ഉണ്ടാക്കുന്നതിനോ, അല്ലെങ്കിൽ അയാളുടെ വീട്ടിലെ തമാശകളോ, അയാളുടെ വീട്ടിലെ ആൾക്കാരൊക്കെ തന്നെ ക്യാരക്ടേഴ്സ് ആവുന്ന കണ്ടന്റുകളോ ഉണ്ടാക്കുന്നതിലൊന്നും അപ്പൊ അങ്ങനെയാണല്ലോ സിനിമയിലേക്കൊക്കെ ഇപ്പോൾ ആൾക്കാർ എത്തുന്നത്. ഈ പറയുന്ന പോലെ റീൽസ് എന്നൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഒരുപാട് പേര് ഇപ്പൊ സിനിമകളിൽ അഭിനയിക്കുന്നു. ഇപ്പൊ വാഴ 2 എന്ന് പറയുന്ന സിനിമ ഇൻഡസ്ട്രി ഹിറ്റായത് അങ്ങനെയുള്ള ഒരു സ്പേസിൽ നിന്ന് വന്ന ആൾക്കാരാണല്ലോ ആ സിനിമയിലൊക്കെ ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് വന്നത് കൊണ്ട് മാത്രം എന്നുള്ളതൊന്നുമില്ല. എല്ലാവർക്കും നല്ല കഴിവും നല്ല ടാലന്റും കറക്റ്റ് ആയിട്ടുള്ള സെൻസിബിലിറ്റി ഉണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിലും, എത്ര വലിയ സ്വപ്നങ്ങൾ കാണുന്നതിലും ഒരു കുറവുമില്ല. എങ്ങനെ വേണമെങ്കിലും, സിനിമ മാത്രമല്ല ഏത് മേഖലയിലാണെങ്കിലും കഴിവ് തെളിയിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. അതിൽ പഠിത്തത്തിൽ മാത്രമാവണമെന്നില്ല, എങ്ങനെ വേണമെങ്കിലും ഏത് രീതിയിലാണെങ്കിൽ പോലും. താങ്ക് യു രമേശ് പിഷാരടി, താങ്ക് യു ബേസിൽ ജോസഫ്. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും മനോഹരമായി ഓരോ തവണയും ചിത്രങ്ങളൊക്കെ പതിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേരള കൗമുദിയാണ്. കേരള കൗമുദിയുടെ ഒരു പുതിയ എഡിഷന്റെ അല്ലെങ്കിൽ ഒരു പുതിയ പ്രത്യേക പതിപ്പിന്റെ സ്പെഷ്യൽ എഡിഷന്റെ പ്രകാശനം ഇവിടെ വെച്ച് പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെയും അതുപോലെ തന്നെ ബേസിൽ ജോസഫിന്റെയും രമേശ് പിഷാരടിയുടെയും മറ്റെല്ലാ അതിഥികളുടെയും സാന്നിധ്യത്തിൽ നടക്കുകയാണ്. അതിന് കേരള കൗമുദിയുടെ റിപ്പോർട്ടർ കൃഷ്ണകുമാർ കൃപയെ, ആരാധ്യനായ എഡ്യൂക്കേഷൻ MD ദിനേശ് സാറേയും ഏറ്റവും സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നല്ലൊരു കയ്യടി കൊടുക്കാം. എല്ലാ തവണയും നമുക്ക് നല്ല മനോഹരമായ നിങ്ങളുടെ കൈകളിലെത്തിയ ന്യൂസ് പേപ്പറുകൾ സമ്മാനിക്കുന്നത് കേരള കൗമുദിയാണ്. അവരെല്ലാ വർഷവും ഫ്ലെയിമിന്റെ കൂടെയുണ്ട്. സോ ലെറ്റ്സ് ഗിവ് എ ഗുഡ് റൗണ്ട് ഓഫ് അപ്ലോസ്. അവധി തന്നതിനൊരു മൊമെന്റോ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് കൃഷ്ണകുമാർ സാർ മന്ത്രിക്ക് ഒരു മൊമെന്റോ കൊടുക്കുന്നത്. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്, നിങ്ങളുടെ എല്ലാവരുടെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കുറേ വാഹനങ്ങൾ ബുദ്ധിമുട്ടി